Hey guys, welcome to D Vlogs. ആയില്ലേ ഒറ്റ ചവിട്ട നല്ല വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ എന്നോട് അശി വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ ഞാൻ റെഡിയായില്ല. സോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖം. ഇതിപ്പോൾ ഞാൻ വിഷുവിന് വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പോവുകയാണ്. വിഷു കഴിഞ്ഞിട്ടാണ് വീഡിയോസൊക്കെ ഇടുന്നതെന്നേ ഉള്ളൂ. റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ടുള്ള. ഇതിൻ്റെ ധാവണിയാണ് ഞാൻ വിഷുവിന് ഇടാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് ലാസ്റ്റ് വരുമ്പം സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. നല്ല രസമില്ലേ? ഇതാണ് ബ്ലൗസും പാവാടയും ബ്ലാക്കാണ്, പിന്നെ യെല്ലോ ഷോളും. അപ്പോൾ ഇതെന്തോ എനിക്ക് ഭാഗ്യത്തിന് കിട്ടിപ്പോയതാണ് കേട്ടോ. ഞങ്ങൾ പോയ അപ്പം തന്നെ ഫസ്റ്റ് കണ്ട മെറ്റീരിയലാണത്. അതാണെങ്കിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് വെച്ച് ഞാനങ്ങ് ഒപ്പിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ചോറൊക്കെ കഴിച്ചു. ഇത് ഒരുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ചോറ് കഴിച്ച് എൻ്റെ മേക്കപ്പൊക്കെ പോവുമല്ലോ, എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി പിന്നെ ഞാൻ ഇടേണ്ടി വരും. അതുകൊണ്ട് ചോറ് കഴിച്ചതാണ് ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വന്നു. ഒട്ടും സമയമില്ലായിരുന്നു, കാരണം ലൈറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കിട്ടില്ലല്ലോ. എന്നിട്ട് തന്നെ ഞങ്ങൾ എത്തുമ്പോഴത്തേക്ക് കുറേ ലൈറ്റ് പോയി. അത് മാത്രമല്ല, അന്ന് രാവിലെ തൊട്ട് ഒരു മഴ വന്നിട്ട് ഇരുട് പിടിച്ചൊരവസ്ഥയായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ സൂര്യൻ ഇങ്ങനെ മറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നാമതേ ലൈറ്റില്ല, അതിൻ്റെ കൂടെ പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോകണം. ഇതിപ്പോൾ എന്നെ പറഞ്ഞാൽ മതി, അശി വരുമ്പോഴത്തേക്ക് ഞാൻ റെഡിയായി നിന്നിരുന്നെങ്കിൽ അപ്പോഴത്തേക്കും അശി വന്ന ഉടനെ തന്നെ എന്തായാലും ഞാൻ കൂടുതലൊന്നും ചെയ്യാതെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇത്തവണയാണെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടത്തിലാണ് ഞാൻ. വിഷുവിന് എനിക്ക് കൂടുതലെന്നല്ല, ഒരു വീഡിയോസും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. ആകെ 1-2 റീൽസ് ഇട്ടിട്ടുണ്ട് എന്നല്ലാതെ. ഞാൻ കുറേ ഒക്കെ വിചാരിച്ചതായിരുന്നു, പക്ഷേ തിരക്കായിപ്പോയി. അതുകൊണ്ട് എനിക്ക് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ എടുക്കാനായില്ല. അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം എന്താ പറയുക, ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. സാരമില്ല, എന്തായാലും ഇതെങ്കിലും ഇവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു എടുത്തതല്ലേ. പിന്നെ എൻ്റെ ഓവറോൾ മേക്കപ്പും എല്ലാം എങ്ങനെയുണ്ട്? മേക്കപ്പ് ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. പിന്നെ ഞാൻ അതാ കൊന്നയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ട് കേട്ടോ കൊന്ന, പക്ഷേ ഇവിടെ നമുക്കങ്ങനെ പറിക്കാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. എന്തായാലും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മാല എങ്ങനെയുണ്ട്? ഞാൻ ഇട്ടിരിക്കുന്ന മാല ഉണ്ടോ? ഇതെനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് വാങ്ങി തന്നതാണ് കേട്ടോ. അതായത് കാവ്യ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കാവ്യനെ. അപ്പോൾ കാവ്യ വാങ്ങിച്ചു തന്നായിരുന്നു. ഞാൻ അവളുടെ അടുത്ത് പോയപ്പോൾ അവൾ എനിക്ക് ഗുരുവായൂരിൽ നിന്ന് വാങ്ങിച്ചു തന്ന മാലയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, സിമ്പിളാണ്. അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പോവുകയാണ്. ഞാൻ മാത്രമല്ല, അശിയുണ്ട്. മുണ്ടും കുർത്തയൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ മാച്ച് ആക്കിയതാണ്. അശി ബ്ലാക്ക് കുർത്ത. ഞങ്ങൾ എപ്പോഴും പോവാറ് ഒരു മിയ പാർക്കിലാണ്. ഇത്തവണ ഞങ്ങൾ ലൊക്കേഷൻ മാറ്റാമെന്ന് വിചാരിച്ചു. ആദ്യം വക്രസുക്കിൽ പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തത്, പിന്നെ അവിടെ മാറ്റി. പിന്നെ ഞങ്ങൾ എന്തായിരുന്നു, ആസ്പയർ പാർക്കിലാണ് പോകുന്നത്. അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഒന്നാമതേ ലേറ്റ് ആയത് കാരണം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ 4-4:30 എങ്ങാണ്ടായി. അപ്പോൾ ഒരുപാട് നടക്കാനുണ്ട്, നല്ല നല്ല എന്താ പറയുക, ലൊക്കേഷനിലേക്കൊക്കെ പോകണമെങ്കിൽ. അപ്പോൾ അവിടെയൊക്കെ നടന്നെത്തുമ്പോഴത്തേക്കും സമയം, അതായത് ലൈറ്റൊക്കെ പോയി തുടങ്ങും. അതുകൊണ്ട് ഞങ്ങൾ കിട്ടിയ സ്ഥലത്ത് നിന്ന് ആരും ഇല്ലാത്ത സ്ഥലം നോക്കി അവിടെ നിന്ന് ഷൂട്ടൊക്കെ ചെയ്തു. പിന്നെ ഞാൻ വ്ളോഗിന് വേണ്ടി വീഡിയോസൊക്കെ എടുക്കാൻ മറന്നു. വേണ്ട, ഞാനൊരു ഒരു വീഡിയോ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് വ്ളോഗിന് വേണ്ടി എടുത്തതല്ല. പിന്നെ റീൽസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണെന്ന് തോന്നുന്നു ഇട്ടത്, യൂട്യൂബിൽ ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, പെട്ടെന്ന് പിന്നെ ഒരു സംഭവം ഉണ്ടായിട്ടോ. ഇവിടുത്തെ 2 പേര് വന്നിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഫോട്ടോസ് എടുത്തോ കുഴപ്പമില്ല, പക്ഷേ വീഡിയോസ് എടുക്കരുത്, ലൈവ് പോവരുത്. ഫസ്റ്റ് വന്നിട്ട് ഞങ്ങളോട് നല്ല രീതിക്ക് പറഞ്ഞതായിരുന്നു. ഇന്ത്യൻ സ്റ്റൈൽ സിനിമ ഷൂട്ടാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വന്ന് പറഞ്ഞായിരുന്നു. പിന്നെ വന്നിട്ട് പറഞ്ഞു ഇവിടുന്ന് വീഡിയോസ് എടുക്കരുത്, ലൈവ് പോവരുത്, അങ്ങനെയൊക്കെ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഒരുപാട് പേര് ഒക്കെ എടുക്കാറുള്ളതാണ്. എന്തോ അപ്പോഴേക്കും എന്തായാലും ഞങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് പോന്നു. എന്താ പറയുക, അശിക്കാണെങ്കിൽ ഭയങ്കര ചമ്മലല്ല, അശി ഒട്ടും കംഫർട്ടബിൾ അല്ല മുണ്ടുടുത്തിട്ട്, മുണ്ടും ഇതൊക്കെ ഇട്ടിങ്ങനെ നിൽക്കാനായിട്ട്. അപ്പോൾ അശിക്ക് എങ്ങനെയെങ്കിലും പോയാൽ മതി എന്നായിരുന്നു. എനിക്ക് വേണ്ടി മാത്രമാണ് വന്നത് ഇതൊക്കെ ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. പിന്നെ എൻ്റെ പൊട്ട് അപ്പോഴത്തേക്കും വീണ് പോയിട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, എവിടെയോ കളഞ്ഞു പോയതാണ്. ഡാൻസ് കളിക്കുമ്പോൾ ഒക്കെ തട്ടിപ്പോയതാവാം. പിന്നെ ഡാൻസിൻ്റെ വീഡിയോ ഞാൻ പെട്ടെന്ന് ഇടാം കേട്ടോ. റെഡി ആയിട്ടൊന്നുമില്ല, ചുമ്മാ എനിക്ക് ആ ഡാൻസ് കളിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മുടെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ജിക്കിന് വരാലേ എന്നുള്ള പാട്ടില്ലേ, അതിന് ഇപ്പോൾ ട്രെൻഡ് ഔട്ടാവാൻ നേരത്താണ് ഞാനത് കളിച്ചിടുന്നത്. അപ്പോൾ
ശരിയായിട്ടൊന്നുമില്ല, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായത്, കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അങ്ങനെ കളിച്ചതാണ്. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. ഫുഡ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്, പിന്നെ വിചാരിച്ചു എന്തായാലും കയറിയതല്ലേ കുറച്ച് ഹെവി ആയിട്ട് തന്നെ കഴിക്കാമെന്ന്. അങ്ങനെ നമ്മൾ നേരെ നമ്മ വീട് വസന്തഭവൻ അവിടേക്കാണ് പോയത്. അവിടെ അച്ഛനും അമ്മയൊന്നും ആദ്യമായിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് അവരൊക്കെ ഗീ റോസ്റ്റും പിന്നെ ഞാനാണെങ്കിൽ നൂഡിൽസായിരുന്നേ പറഞ്ഞത്. ഇവിടുത്തെ നൂഡിൽസ് ഞാൻ ഒരു വട്ടം കഴിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വല്ലപ്പോഴും അല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ നൂഡിൽസ് ഓർഡർ ചെയ്തു. എനിക്ക് എപ്പോഴും പറ്റുന്നതാണ്, ഞാൻ എന്ത് ഓർഡർ ചെയ്താലും അത് ഇവരൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടേ എനിക്ക് കിട്ടുള്ളൂ. ഇത്തവണ അതുപോലെ തന്നെ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഇവരൊക്കെ ദോശയും വടയും ചായയും ഒക്കെ കുടിച്ച് എല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നൂഡിൽസുമായിട്ട് വരുന്നത്. പിന്നെ ഇവരെല്ലാവരും എനിക്ക് വേണ്ടി കാത്തിരിക്കുക. പിന്നെ ഇവർ കഴിക്കുമ്പോൾ എനിക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് ദോശയൊക്കെ എടുത്ത് കഴിച്ചു. അപ്പോഴേക്കും ചായ വന്നിട്ടുണ്ടായിരുന്നു, എനിക്കും കിട്ടി ചായ. ഒടുക്കത്തെ ചൂടായിരുന്നു. ഞാൻ ആദ്യം തൊട്ടപ്പോൾ എൻ്റെ കൈ, എന്നിട്ട് അശ്ശിയാണ് എനിക്ക് തണിയാൻ വേണ്ടി അതിലേക്ക് ഒഴിച്ച് തന്നിരുന്നത്. ഇപ്പോൾ ഏതാണ്ട് കൂളായി കേട്ടോ. അപ്പോഴേക്കും എൻ്റെ നൂഡിൽസൊക്കെ വന്നു. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ നൂഡിൽസിന്. അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കുറച്ച് കൊടുത്തു. ഞാൻ ഒറ്റയ്ക്കല്ല കഴിച്ചത്, എല്ലാവരും കൂടെ കഴിച്ച് തീർത്തു. എനിക്ക് ഒറ്റയ്ക്ക് അത് ഫുള്ള് കഴിക്കാനും പറ്റില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഒന്ന് ചേച്ചീൻ്റെ അടുത്തും പോകാനുണ്ടായിരുന്നു. അവിടെ ബിരിയാണി വെച്ചിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നേ, ബിരിയാണി വേണമെങ്കിൽ വന്നു പോകുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയി ബിരിയാണിയൊക്കെ വാങ്ങിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി. പിന്നെ ബിരിയാണീൻ്റെ കൂടെ തന്നെ വേറൊരു സാധനം കൂടി കിട്ടിയിട്ടുണ്ട്. ടെൻടടേ, വിഷുക്കോടിയാണ്. ചേച്ചീൻ്റെ വകയുള്ള വിഷുക്കോടിയാണ്. എല്ലാവർക്കും എടുത്തിട്ടുണ്ട്, എനിക്കും അശ്ശിക്കും അച്ഛനും അമ്മയ്ക്കും കൃഷിനും എല്ലാവർക്കും എടുത്തു തന്നിട്ടുണ്ട്. അപ്പോൾ വിഷുക്കോടി ഞാനിതിൽ കാണിച്ചു തരണമെന്ന് വിചാരിച്ചായിരുന്നു, പിന്നെ എന്തോ ഞാനത് ഇട്ടൊക്കെ നോക്കി, പിന്നെ തിരക്കിൽ എന്നോട് പിന്നെ വീഡിയോ എടുക്കാനും മറന്നുപോയി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.